ടീച്ചറെ, നാളെ ഞാൻ വരൂലട്ടാ. അനിയനും ഉണ്ടാവൂല. എൻ്റെ ഉപ്പച്ചി നാളെ ഗൾഫിൽ നിന്ന് വരികയാണ്. ടീച്ചർക്ക് വോയിസ് മെസ്സേജ് അയച്ച് ഹാഫിദ നാളെ ലീവ് പറഞ്ഞു. ചാറ്റ് ലിസ്റ്റിൽ പിൻ ചെയ്തു വെച്ച ഉപ്പാന്റെ ചാറ്റിൽ ഒരു വോയിസ് വന്ന് കിടപ്പുണ്ട്. പ്രാർത്ഥിക്കാം എന്ന് ഉമ്മ മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഉപ്പ 2-3 പർദ്ദയുടെ ഫോട്ടോ അയച്ചു കൊടുത്ത് ഇതിലേതാ എനിക്ക് ഇഷ്ടപ്പെട്ടത് സൂറ എന്ന് ചോദിച്ചതിന് നിങ്ങൾ ഈ പൈസ ഇല്ലാത്ത നേരത്ത് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഉമ്മയും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും മേലോട്ട് നീക്കി നോക്കി. നാട്ടിലേക്കുള്ള സാധനങ്ങളുടെയും പിന്നെ എനിക്കുള്ള ഡ്രസ്സിൻ്റെയും അനിയൻ്റെ കളിപ്പാട്ടങ്ങളുടെ എല്ലാം ഫോട്ടോ അതിൽ നിറഞ്ഞിരുന്നു. ഹാഫിദ, വേഗം കിടന്നോ, നാളെ ഉപ്പാനെ കൊണ്ടുവരാൻ എയർപോർട്ടിൽ പോകണ്ടതല്ലേ. നാളേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിനിടയിലും ഉമ്മയിടയ്ക്കിടെ ഇത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. സന്തോഷം കൊണ്ട് അനിയൻ നേരത്തെ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഉപ്പ നാട്ടിൽ വരുന്നത്. പോകുമ്പോഴൊക്കെ പറയും, നാടും വീടൊക്കെ വിട്ട് ഇഷ്ടമുള്ളതുകൊണ്ടല്ല, നമ്മുടെ കടങ്ങളൊക്കെ തീർക്കണ്ടേ. ഇതും പറഞ്ഞ് കവിലൊരു ഉമ്മയും തന്ന് ഉപ്പ ടാറ്റ പറയും. പാവമായിരുന്നു ഉപ്പ. കൊട്ടാരം പോലൊരു വീടുണ്ടാക്കി തന്നിട്ട് ഉപ്പ ഇവിടെ ക്വാർട്ടേഴ്സിലാണ് കിടക്കുന്നത്. പനി വന്നാലും തീരെ വയ്യെങ്കിലും ഉപ്പ പണിക്ക് കയറും. ഒരു സ്വാദുള്ള ഭക്ഷണം പോലും ഉപ്പ കഴിക്കില്ല. ഉള്ളതൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി കൂട്ടിവെക്കും. ഇന്നുപ്പ വരും. പക്ഷെ നേരം വെളുത്തിട്ടും ഉമ്മാന്റെ മുഖത്ത് സന്തോഷമില്ല. നിസ്കാരപ്പായിൽ ചുരുണ്ട് കിടന്ന ഉമ്മാനോട്, ഉമ്മ, ഉപ്പാനെ കൊണ്ടുവരാൻ എയർപോർട്ടിലേക്ക് പോകണ്ടേ എന്ന് ഉമ്മാനോട് ചോദിച്ചപ്പോൾ കണ്ണു തുടച്ച് ഉമ്മ പറഞ്ഞു, ഉപ്പച്ചി വരുന്ന ഫ്ലൈറ്റ് ലേറ്റാണ് മക്കളെ, നിങ്ങൾ പോയി വരിയെന്ന് പറഞ്ഞ് ഉമ്മ നിസ്കാരപ്പായിൽ ചുരുണ്ട് കിടന്നു. ഒന്നും മനസ്സിലാകാതെ ഞങ്ങൾ ഉപ്പയെ കൊണ്ടുവരാൻ അന്നും എയർപോർട്ടിലേക്ക് പോയി. ചിരിച്ച മുഖവുമായി 2 പെട്ടിയും പിടിച്ചു വരുന്ന ഉപ്പാനെ കാണാനല്ലാതെ ഞാനിതുവരെ എയർപോർട്ടിൽ പോയിട്ടില്ല. ആളുകളെ തട്ടിമാറ്റി തിക്കും തിരക്കും കൂട്ടിയ വിശാലമായ ചില്ലിലൂടെ അകത്തേക്ക് ഞാൻ ഉപ്പാനെ നോക്കിയിരിക്കും. കടന്നു വരുന്ന ഓരോ മുഖവും ഞാൻ നോക്കും, അതെന്റെ ഉപ്പയാണോ എന്ന്. നേരം കഴിഞ്ഞ് ഒരു മനുഷ്യനുണ്ടാകും. ഉരുളുന്ന ഒരു വണ്ടി ഉന്തി ഞങ്ങളെ തിരിഞ്ഞു വരുന്നു. ഓടിപ്പോയി കെട്ടിപ്പിടിക്കും. സ്നേഹത്തിന്റെ ഉമ്മകൾ നൽകും. സന്തോഷത്തോടെ ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് മടങ്ങും. സാധാരണ ഉപ്പാനെ കാത്തു നിൽക്കുന്നിടത്തല്ല ഇന്ന് നിൽക്കുന്നത്. പെട്ടെന്നൊരാൾ മുന്നിലെ വലിയ ഗേറ്റ് തുറന്നു. സലീമിന്റെ ബോഡി വാങ്ങാൻ ആരെങ്കിലും ഉണ്ടോ? ഓർമ്മകളിൽ നിന്നുണർന്ന് ഞാൻ ഞെട്ടിപ്പോയി. എന്റെ ഉപ്പ. ലഗേജുകളൊന്നുമില്ല. തണുത്തുറഞ്ഞ പെട്ടിയിൽ എന്റെ അപ്പച്ചി മാത്രം. തിരക്കുകളില്ല, തിരക്കില്ല, ആരും ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നില്ല. പക്ഷെ അപ്പോഴും ഉപ്പ വന്ന പെട്ടിക്ക് ഗൾഫിന്റെ അത്ര മണക്കുന്നുണ്ടായിരുന്നു. കെട്ടിപ്പിടിക്കാനും കൈപിടിക്കാനും ഉപ്പയില്ലാത്തവൾ മൗനമായി പൊട്ടിക്കരഞ്ഞു. എത്താത്ത പച്ചി പെട്ടിയൊന്നും കൊണ്ടുവന്നില്ലേ? ഒന്നും അറിയാത്ത കുഞ്ഞനി എന്റെ ചോദ്യം കേട്ട് അവനെ ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, ഉപ്പച്ചി ചിലപ്പോൾ ഒറ്റയ്ക്ക് വന്നതാവും. മോന്റെ കളിപ്പാട്ടങ്ങളുടെ പെട്ടി ചിലപ്പോൾ ഉപ്പച്ചി കാർഗോ വഴി അയച്ചിട്ടുണ്ടാകും. ഉപ്പ മറക്കൂല. വന്നില്ലേലും മോന്റെ കളിപ്പാട്ടങ്ങളെല്ലാം ഒരു ദിവസം വീട്ടിലെത്തും.